ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. +1 വിദ്യാർത്ഥികൾക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരവും ഈ വീഡിയോയിലുണ്ട്. മുഴുവനായും കാണുക. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്കും ക്ലാസ് ഗ്രൂപ്പ്സിലും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ പരീക്ഷകൾ നടക്കുകയാണ്. SSLC +2 പോലെ +1 പരീക്ഷയും പബ്ലിക് എക്സാം തന്നെയാണ് എങ്കിലും ചില മാറ്റങ്ങളുണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രേസ് മാർക്കിനെ കുറിച്ച് നോക്കും, റിസൾട്ടിനെ കുറിച്ച് നോക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന ചില അപ്ഡേറ്റുകളെ കുറിച്ച് നോക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് +1ൻ്റെത് പബ്ലിക് എക്സാം ആണ് എങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്? കാര്യം സിമ്പിൾ ആണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. കാരണം നിങ്ങളുടെ +1ൻ്റെയും +2ൻ്റെയും മാർക്കുകൾ കൂട്ടിയിട്ടാണ് സ്റ്റേറ്റ് ബോർഡിൽ ആണെങ്കിലും CBSE-യിലാണെങ്കിലും എന്ത് വരുന്നത്, റിസൾട്ട് ഫൈനലായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്റർവെൽ പാർട്ട്, ഫസ്റ്റ് പാർട്ട് മാത്രമാണ് നിങ്ങളുടെ +1 എക്സാം. ഈ +1 എക്സാമിനും നിങ്ങളുടെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ഈ പരീക്ഷകൾ എഴുതി +2ലേക്ക് പോവുക, അതായത് ഇംപ്രൂവ്മെന്റിനെയൊക്കെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് +2ലേക്ക് പോവുക എന്നുള്ളതാണ്. ഇനി അഥവാ ഇംപ്രൂവ്മെന്റോ മറ്റു കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ അത് +2ലും നിങ്ങൾ ഇതേ ടോപ്പിക്സ് തന്നെ, ഇതേ സബ്ജക്ട് തന്നെ മൈൻഡിൽ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ എടുത്തൊരു തീരുമാനമാണ് അടുത്തേന വർഷത്ത് എന്താണ് ഈ ടെക്സ്റ്റുകൾ മാറുന്നുവെന്ന്. അത് പ്രാബല്യത്തിൽ വരുന്നത് അടുത്ത വർഷത്തെ വിദ്യാർത്ഥികൾ മുതലാണ്. എന്നാൽ പോലും ഇപ്പോൾ +1ൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് ആലോചിച്ച് ടെൻഷനേ വേണ്ട. നിങ്ങളുടെ ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കി തന്നെയായിരിക്കും ഇനി അടുത്ത +2ൽ പഠിക്കുമ്പോഴുള്ള ഇംപ്രൂവ്മെന്റ് ആയിക്കോട്ടെ, മറ്റ് എക്സാമുകൾ ആയിക്കോട്ടെ. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് +1ലും നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അതായത് +2ലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത്. +1ലും നിങ്ങൾക്ക് മാർക്കിംഗ് സ്കീമാണ്. ഏതെങ്കിലും വിഷയത്തിന് മാർക്ക് കുറവോ അല്ലെങ്കിൽ ഗ്രേഡ് കുറവോ ഉണ്ട് എങ്കിൽ അടുത്ത ഇതിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ഉപയോഗിക്കും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അഥവാ എല്ലാത്തിനും A+ ഉണ്ട്, അങ്ങനെയാണ് എങ്കിൽ ഈ ഗ്രേസ് മാർക്ക് ഫുൾ മാർക്കിലാക്കുന്നതിനൊക്കെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ റിസൾട്ടാണ്. ഈ പറയുന്ന പോലെ ഒരു ഡേറ്റ് കുറിച്ച് അതിനനുസരിച്ച് ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലായിരിക്കില്ല നിങ്ങളുടെ +1ന്റെ റിസൾട്ട്. സാധാരണ രീതിയിൽ നിങ്ങൾ +2 പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ മന്തിലോ അല്ലെങ്കിൽ ആദ്യത്തെ 2-3 ആഴ്ചകൾക്കിടയിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +1ന്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. ആ ഒരു ട്രെൻഡാണ് കഴിഞ്ഞ വർഷം വരെയും നമ്മൾ കണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് എന്താണ് ഇംപ്രൂവ്മെന്റിന്റെയും ബാക്കി നോട്ടിഫിക്കേഷൻസും റീവാല്യൂഷന്റെ നോട്ടിഫിക്കേഷൻസും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ +1കാരെ സംബന്ധിച്ച് ഗ്രേസ് മാർക്ക് ഉണ്ട്. നിങ്ങളുടെ അടുത്ത വർഷം വരുമ്പോൾ പുതിയ മാറിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതും പറഞ്ഞിട്ട് റിസൾട്ട് കുറച്ചുകൂടി സാവധാനത്തിൽ മാത്രമേ വരികയുമുള്ളൂ. സോ മാക്സിമം ബെല്ലിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. +1കാരാണെങ്കിൽ നിങ്ങളുടെ സ്ട്രീം കൂടി കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.